പദം മധ്യലീലയിലെ മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ എന്ന ആദ്യത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീചൈതന്യചരിതാമൃതം മധ്യലീല അധ്യായം 1 മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ ശ്ലോകം 39-40. ദാനകേളി കൗമുദി ആര ബഹുസ്തവലി അഷ്ടാദശ ലീലാചന്ദ്ര ആരപദ്യാവലി ഗോവിന്ദ വിരുദ്ധാവലി താഹാര ലക്ഷണ മധുര മാഹാത്മ്യ ആര നാടക വർണ്ണന. ശബ്ദാർത്ഥം: ദാനകേളി കൗമുദി ആര ബഹു സ്തവാവലി അനേകം പ്രാർത്ഥനകൾ. അഷ്ടാദശ 18 ലീലാചന്ദ കാലാനുക്രമത്തിലുള്ള ലീലകൾ. ആര പദ്യാവലി ഗോവിന്ദ വിരുദ്ധാവലി ആഹാര ലക്ഷണ ഗ്രന്ഥത്തിന്റെ ലക്ഷണങ്ങൾ. മധുരാ മഹാത്മ്യം ആര നാടക വർണ്ണന നാടകത്തിന്റെ വർണ്ണനകൾ. നാടക ചന്ദ്രിക. വിവർത്തനം: ദാനകേളി കൗമുദി, സ്തവാവലി, ലീലാചന്ദ, പദ്യാവലി, ഗോവിന്ദ വിരുദ്ധാവലി, മധുരാ മഹാത്മ്യം, നാടക വർണ്ണന എന്നീ ഗ്രന്ഥങ്ങളും ശ്രീല രൂപഗോസ്വാമി രചിച്ചവയാണ്. ശ്ലോകം 41. ലഘുഭാഗവതാമൃതാദികേകരുഗണന സർവത്ര കരീല വ്രജ വിലാസ വർണ്ണന. ലഘുഭാഗവതാമൃതാദികേകരുണഗണന സർവത്ര കരീല വ്രജ വിലാസ വർണ്ണന. ലഘുഭാഗവതാമൃതാദികേകരുഗണന സർവത്ര കരീല വ്രജ വിലാസ വർണ്ണന. ശബ്ദാർത്ഥം: ലഘുഭാഗവതാമൃതം തുടങ്ങി മറ്റൊരു പട്ടിക. ആര് കരുഗണന എണ്ണാൻ കഴിയും. സർവത്ര എല്ലായിടത്തും. കരീല ചെയ്തു. വ്രജവിലാസ വൃന്ദാവന ലീലകളുടെ വിവരണം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദവേ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ശ്രീല രൂപഗോസ്വാമി രചിച്ച ലഘുഭാഗവതാമൃതം മുതലായ മറ്റു ഗ്രന്ഥങ്ങൾ ആർക്കാണ് എണ്ണാൻ കഴിയുക? അദ്ദേഹം അവയിലെല്ലാം വൃന്ദാവന ലീലകൾ വർണ്ണിച്ചിരിക്കുന്നു. ഭാവാർത്ഥം: ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഈ ഗ്രന്ഥങ്ങളുടെ ഒരു വിവരണം നൽകിയിട്ടുണ്ട്. കൃഷ്ണഭക്തി വികസിപ്പിക്കുന്നതിനും ആ അതീന്ദ്രിയ പ്രക്രിയ പിന്തുടരുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ മഹത്തായ ഗ്രന്ഥമാണ് ഭക്തി രസാമൃത സിന്ധു. 1463 ശകാബ്ദത്തിൽ AD 1541 പൂർത്തിയാക്കിയ ഈ ഗ്രന്ഥം പൂർവ്വ വിഭാഗം, ദക്ഷിണ വിഭാഗം, പശ്ചിമ വിഭാഗം, ഉത്തര വിഭാഗം എന്നിങ്ങനെ 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൂർവ്വ വിഭാഗത്തിൽ ഭക്തിയുടെ സ്ഥിരമായ വികസനത്തിന്റെ ഒരു വർണ്ണനയുണ്ട്. ഭക്തിയുത സേവനത്തിന്റെ പൊതുവായ തത്വങ്ങൾ, ഭക്തിയുത സേവന നിർവഹണം, ഭക്തിയുത സേവനത്തിലെ ഭാവനില, ആത്യന്തികമായി ഭഗവത് പ്രേമ പ്രാപ്തി എന്നിവ വിവരിച്ചിരിക്കുന്നു. ഇപ്രകാരം ഭക്തി രസാമൃത സിന്ധുവിന്റെ ഈ വിഭാഗത്തിന്റെ 4 ലഹരികൾ തരംഗങ്ങൾ ഉണ്ട്. ദക്ഷിണ വിഭാഗത്തിൽ ഭക്തിയുത സേവനത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഭക്തിരസം എന്ന് വിളിക്കപ്പെടുന്ന രസത്തിന്റെ ബന്ധത്തിന്റെ പൊതുവായ ഒരു വിവരണമുണ്ട്. വിഭാവം, അനുഭാവം, സാത്വികം, വ്യഭിചാരി, സ്ഥായി ഭാവം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭക്തിയുത സേവനത്തിന്റെ ഈ ഉന്നത തലത്തിലുള്ള വിവിധ ഘട്ടങ്ങളുടെ വിവരണമുണ്ട്. അപ്രകാരം ദക്ഷിണ വിഭാഗത്തിൽ 5 തരംഗങ്ങളുണ്ട്. പശ്ചിമ വിഭാഗത്തിൽ ഭക്തിയുത സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന മുഖ്യ അതീന്ദ്രിയ രസങ്ങളുടെ ഒരു വിവരണമുണ്ട്. ഇവ മുഖ്യ ഭക്തിരസനിരൂപണ അഥവാ ഭക്തിയുത സേവന നിർവഹണത്തിലെ മുഖ്യ രസങ്ങളുടെ അല്ലെങ്കിൽ വികാരങ്ങളുടെ പ്രാപ്തി എന്ന് അറിയപ്പെടുന്നു. ആ വിഭാഗത്തിൽ ശാന്തരസത്തിലുള്ള ഭക്തിയുത സേവനത്തെ വർണ്ണിച്ചിരിക്കുന്നു.
അനന്തരം പ്രേമവാത്സ്യങ്ങളുടെ വികാസവും ദാസ്യരസം, അതിനുശേഷം സഖ്യരസത്തിന്റെ വികാസവും, പിന്നീട് വാത്സല്യരസത്തിന്റെ വികാസവും, അവസാനമായി കൃഷ്ണനും അവിടുത്തെ ഭക്തരും തമ്മിലുള്ള മാധുര്യ പ്രേമവും വർണ്ണിച്ചിരിക്കുന്നു. അപ്രകാരം പശ്ചിമ വിഭാഗത്തിൽ 5 തരംഗങ്ങളുണ്ട്. ഉത്തര വിഭാഗത്തിൽ ഭക്തിയുത സേവനത്തിന്റെ പരോക്ഷമായ രസങ്ങളുടെ വർണ്ണനയുണ്ട്. ഹാസ്യം, അദ്ഭുതം, വീരം, ദയ, രൗദ്രം, ഭയം, ബീഭത്സം എന്നീ രസങ്ങളിലുള്ള ഭക്തിയുത സേവനത്തിന്റെ വിവരണമുണ്ട്. കൂടാതെ രസാഭാസത്തെക്കുറിച്ചും രസങ്ങളുടെ കൂട്ടിക്കലർത്തൽ രസവ്യതിക്രമത്തെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു. ഈ വിഭാഗത്തിൽ അങ്ങനെ 9 തരംഗങ്ങളാണുള്ളത്. ഇത് ഭക്തിരസാമൃത സിന്ധുവിന്റെ ചുരുക്കത്തിലുള്ള ഒരു ബാഹ്യരേഖ മാത്രമാണ്. കൃഷ്ണഭഗവാന്റെ വൃന്ദാവൻ ലീലകളുടെ ഒരു നാടകമാണ് വിദഗ്ധമാധവം. ശ്രീല രൂപഗോസ്വാമി ഇത് പൂർത്തീകരിച്ചത് 1454 ശകാബ്ദത്തിൽ AD 1532 ആണ്. ഈ നാടകത്തിന്റെ ആദ്യ ഭാഗം വേണുനാഥവിലാസം എന്നും, രണ്ടാം ഭാഗം മന്മഥലേഖ എന്നും, മൂന്നാം ഭാഗം രാധാസംഘം എന്നും, നാലാം ഭാഗം വേണുഹരണം എന്നും, അഞ്ചാം ഭാഗം രാധാപ്രസാദനം എന്നും, ആറാം ഭാഗം ശ്രദ്വിഹാരം എന്നും, അവസാനത്തേതായ 7ാം ഭാഗം ഗൗരി വിഹാരം എന്നും വിളിക്കപ്പെടുന്നു. അലങ്കാരം, ഉപമ, ഭക്തിയുടെ ഉന്നത വികാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അതീന്ദ്രിയ പ്രേമ വ്യവഹാരങ്ങളുടെ അതീന്ദ്രിയ വിവരണങ്ങളുള്ള ഉജ്ജ്വല നീലമണി എന്നൊരു ഗ്രന്ഥമുണ്ട്. മാധുര്യ പ്രേമത്തിലുള്ള ഭക്തിയുത സേവനം ഭക്തിരഥാമ സിന്ധുവിൽ സംക്ഷേപിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളതെങ്കിൽ ഉജ്ജ്വല നീലാമണിയിൽ അത് വളരെ വിപുലമായി വർണ്ണിച്ചിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ വിവിധ തരത്തിലുള്ള പ്രേമീ ഭക്തരുടെയും അവരുടെ സഹായികളുടെയും കൃഷ്ണന്റെ പരമപ്രിയ ഭക്തരുടെയും വിവരണം ഉണ്ട്. ശ്രീമതി രാധാറാണിയുടെയും മറ്റു പ്രേമികമാരുടെയും അതുപോലെ തന്നെ വിഭിന്ന നായികമാരുടെയും വിവരണവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. സന്ദേശവാഹകർ, സന്തത സഹചാരികൾ, കൃഷ്ണന് അത്യന്തം പ്രിയപ്പെട്ട മറ്റുള്ളവർ എന്നിവരെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രേമം ഉണർത്തുന്നത് എങ്ങനെയെന്നും, കൂടാതെ ഭാവാവസ്ഥ, പ്രേമാവസ്ഥ, സാത്വിക ഭാവം, വ്യഭിചാരീഭാവം, സ്ഥായീഭാവം, വസ്ത്രാലങ്കാരങ്ങളുടെ സ്ഥാനനിർണയം, വിപ്രലംബ ഭാവം, പൂർവരാഗം, മാനം, പ്രേമാകർഷണമുള്ള കോപം, പ്രേമവ്യവഹാരങ്ങളുടെ വൈവിധ്യങ്ങൾ, പ്രേമഭാജനവുമായുള്ള വിരഹവും സംഗമവും, പ്രണയിതാക്കൾ തമ്മിൽ പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള ആസ്വാദനം ഇവയെല്ലാം വളരെ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു. അതുപോലെ ലളിതമാധവം കൃഷ്ണന്റെ ദ്വാരകയിലെ ലീലകളുടെ വർണ്ണനയാണ്. ലീലകളെ നാടകരൂപത്തിലാക്കിയിട്ടുള്ള ഈ ഗ്രന്ഥം 1459 ശകാബ്ദത്തിൽ പൂർത്തിയായി. ഇതിന്റെ 1ാം ഭാഗം സായാഹ്ന വേളയിലെ ആഘോഷങ്ങളും, 2ാം ഭാഗം ശംഖചൂഡന്റെ വധവും, 3ാം ഭാഗം ഉന്മത്തയായ ശ്രീമതി രാധാറാണിയെ സംബന്ധിച്ചതും, 4ാം ഭാഗം രാധാറാണി കൃഷ്ണനെ തേടി പോകുന്നതും, 5ാം ഭാഗം ചന്ദ്രാവലിയെ കൈവരിക്കുന്നതും, 6ാം ഭാഗം ലളിതയെ കൈവരിക്കുന്നതും, 7ാം ഭാഗം നവവൃന്ദാവനത്തിലെ സംഗമവും, 8ാം ഭാഗം നവവൃന്ദാവനത്തിലെ ആസ്വാദനവും, 9ാം ഭാഗം ചിത്രങ്ങളുടെ ദർശനവും, 10ാം ഭാഗം മനസ്സിന്റെ പൂർണ്ണ സംതൃപ്തിയും കൈകാര്യം ചെയ്യുന്നു. അപ്രകാരം നാടകം 10 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ലഘുഭാഗവതാമൃതം 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തേത് കൃഷ്ണാമൃതം എന്നും, രണ്ടാമത്തേത് ഭക്തിയാമൃതം എന്നും വിളിക്കപ്പെടുന്നു. 1ാം ഭാഗത്തിൽ വേദപ്രമാണത്തിന്റെ മുഖ്യത്വത്തിന് ഊന്നൽ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം പരമദിവ്യ പുരുഷന്റെ മൂലരൂപത്തിന്റെ, അതായത് ശ്രീകൃഷ്ണന്റെ വിവരണം നൽകിയിരിക്കുന്നു. അവിടുത്തെ ലീലകളുടെയും സ്വാംശ വിപുലാംശ വിസ്തരണങ്ങളുടെയും വർണ്ണന നൽകിയിരിക്കുന്നു. വിവിധ ഭാവങ്ങൾക്കനുസരിച്ച് അവതാരങ്ങളെ ആവേശമെന്നും തദയോത്മാകമെന്നും വിളിക്കുന്നു. പ്രഥമ അവതാരം 3 പുരുഷാവതാരങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്നു. മഹാവിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു എന്നിങ്ങനെയാണ് അത്. പിന്നീട് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ശിവൻ എന്നിങ്ങനെ 3 ഗുണാവതാരങ്ങളുണ്ട്. ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ അനുസാരികളും അതീന്ദ്രിയങ്ങളാണ്, അഥവാ ഭൗതിക ലോകത്തിന്റെ ത്രിഗുണങ്ങൾക്ക് അതീതമാണ്. 25 ലീലാവതാരങ്ങളുടെ ഒരു വിവരണമുണ്ട്. അവ ചതുസ്സന 4 കുമാരന്മാർ, നാരദൻ, വരാഹം, മത്സ്യം, യജ്ഞൻ, നരനാരായണ ഋഷി, കപിലൻ, ദത്താത്രേയൻ, ഹയഗ്രീവൻ, ഹംസം, കൃഷ്ണിഗർഭൻ, ഋഷഭൻ, പൃഥു, നൃസിംഹം, കൂർമ്മം, ധന്വന്തരി, മോഹിനി, വാമനൻ, പരശുരാമൻ, ദാശരഥി, കൃഷ്ണദ്വൈപായനൻ, ബലരാമൻ, വാസുദേവൻ, ബുദ്ധൻ, കൽക്കി എന്നിവയാണ്.
യജ്ഞൻ, വിഭു, സത്യസേനൻ, ഹരി, വൈകുണ്ഠൻ, അജിതൻ, വാമനൻ, സാർവഭൗമൻ, ഋഷഭൻ, വിശ്വക്സേനൻ, ധർമ്മസേതു, സുധാമാവ്, യോഗേശ്വരൻ, ബൃഹദ്ഭാനു എന്നിങ്ങനെ 14 മന്വന്ത അവതാരങ്ങളുണ്ട്. 4 യുഗങ്ങൾക്കായി 4 യുഗാവതാരങ്ങളുണ്ട്. അവയുടെ വർണ്ണനകൾ ശ്വേതം, രക്തം, ശ്യാമം, കറുപ്പ്, ചിലപ്പോൾ പീതം ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യത്തിൽ എന്നിങ്ങനെയാണെന്നും വിവരിച്ചിരിക്കുന്നു. വിഭിന്ന യുഗങ്ങളും വിഭിന്ന യുഗാവതാരങ്ങളുമുണ്ട്. ആവേശം, പ്രാഭവം, വൈഭവം, പരം എന്നിവ വ്യത്യസ്ത അവതാരങ്ങളുടെ സ്ഥാനങ്ങളെ കുറിക്കുന്നു. പ്രത്യേക ലീലകൾക്കനുസരിച്ച് ആ നാമങ്ങൾ ആത്മീയ ശക്തി ഉൾക്കൊള്ളുന്നു. ശക്തിമാനും ശക്തിയും തമ്മിലുള്ള അന്തരത്തിന്റെയും ഭഗവാന്റെ അചിന്ത്യമായ കർമ്മങ്ങളുടെയും വിവരണവും നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ആദിമനായ പരമദിവ്യ പുരുഷനാകുന്നു. അവിടുന്ന് ഉപരിയായി ആരുമില്ല. അവിടുന്ന് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാകുന്നു. ലഘു ഭാഗവതാമൃതത്തിൽ അവിടുത്തെ ഭാഗിക അവതാരങ്ങൾ അവ്യക്തിഗത ബ്രഹ്മജ്യോതി, യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ശരീര തേജസ്. 2 കരങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനായുള്ള ശ്രീകൃഷ്ണന്റെ ലീലകളുടെ അത്യുത്കൃഷ്ട തുടങ്ങിയവളുടെ വിവരണമുണ്ട്. ഭഗവാന്റെ ദ്വിബീജ രൂപത്തോട് ഒന്നിനെയും താരതമ്യപ്പെടുത്താൻ ആവില്ല. ആധ്യാത്മിക ലോകത്തിൽ വൈകുണ്ഠ ജഗത് ശരീരത്തിന്റെയും ഉടമയും ശരീരവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഭൗതിക ലോകത്തിൽ ശരീരത്തിന്റെ ഉടമ ആത്മാവും ശരീരം വെറും ഭൗതിക ആവിഷ്കാരവുമാണ്. എന്നാൽ വൈകുണ്ഠ ലോകത്തിൽ അത്തരം വ്യത്യാസമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ അജനാണ്. ഒരു അവതാരമായുള്ള അവിടുത്തെ ആവിർഭാവം ശാശ്വതവുമാണ്. കൃഷ്ണന്റെ ലീലകൾ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പ്രകടവും അപ്രകടവും. ഉദാഹരണത്തിന്, കൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിൽ ജന്മമെടുക്കുമ്പോഴുള്ള അവിടുത്തെ ലീലകൾ പ്രകട ലീലകളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അവിടുന്ന് ഇവിടെ നിന്ന് തിരോഗമിക്കുമ്പോൾ ഇല്ലാതെ എന്ന് ഒരുവൻ വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ലീലകൾ എപ്പോഴും അപ്രകടമായി തുടരുന്നുണ്ട്. എങ്കിലും പ്രകട ലീലയുടെ വേദിയിൽ ശ്രീകൃഷ്ണ ഭഗവാനും അവിടുത്തെ ഭക്തരും നാനാവിധത്തിലുള്ള രസങ്ങൾ ആസ്വദിക്കുന്നു. എന്തൊക്കെയായാലും മധുരയിലെയും വൃന്ദാവനത്തിലെയും ദ്വാരകയിലെയും ഭഗവത് ലീലകൾ ശാശ്വതമാണ്. അവ ഏതെങ്കിലും പ്രപഞ്ചങ്ങളിൽ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാം വേദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സനഹൃദ ശിവദാംശാകാന്വിതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ശിവാസാദി ഗൗരഭക്തവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം ഹരേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിലെ ആദ്യത്തെ അധ്യായമായ മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ എന്ന അധ്യായത്തിലെ 39, 40, 41 ശ്ലോകങ്ങളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, ശ്രീല രൂപ ഗോസ്വാമി, നമ്മുടെ 6 ഗോസ്വാമികളിൽ ഏറ്റവും പ്രാമുഖ്യനായ ആചാര്യനാണ് ശ്രീല രൂപ ഗോസ്വാമി. അപ്പൊ അദ്ദേഹം വൃന്ദാവന ലീലയിൽ അദ്ദേഹം രൂപമഞ്ജരി ആയിരുന്നു. അപ്പൊ അദ്ദേഹം രചിച്ച കുറച്ച് ഗ്രന്ഥങ്ങളെ പറ്റിയും അതിൽ എന്തൊക്കെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. കാരണം അദ്ദേഹം വൃന്ദാവന ലീലകളെ പറ്റി 1,00,000 ശ്ലോകങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം പ്രകീർത്തിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർണ്ണിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടും നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ബുക്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഭക്തിരസാമൃത സിന്ധു, പിന്നെ നമുക്ക് വിദഗ്ധ മാധവം, ഉജ്ജ്വല നീലാമണി, ലളിത മാധവം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ലഘു ഭാഗവതാമൃതം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ. അതൊക്കെ നമ്മൾ ഭക്തിയിൽ നമ്മൾ ആക്ച്വലി ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ ഒരു വ്യക്തി പഠിക്കുന്ന സമയത്ത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും എടുത്ത ശേഷം പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അതിൽ ആഴത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യും അദ്ദേഹം പിന്നെ ഒരു PhD ഒക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കും അല്ലെ. അതിൽ അദ്ദേഹം വായിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ശരിക്കും ചൈതന്യചരിതം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ആക്ച്വലി ഈ ഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ ആചാര്യന്മാരുടെ കമന്ററി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ള പല ലീലകളെ പറ്റിയാണ് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കിവിടെ
അപ്പൊ ഈ ഒരു ശ്ലോകത്തില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീല പ്രഭുപാദ് വലിയൊരു ഭാവാർത്ഥമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 പേജിന്റെ ഭാവാർത്ഥമാണ്. അപ്പൊ അതില് ഓരോ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ പറയാണ്. അപ്പം രൂപ ഗോസ്വാമി എഴുതിയ ഗ്രന്ഥങ്ങൾ അത് ആർക്കാണ് എണ്ണാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. കാരണം അത്രയ്ക്കുമാണ് രൂപ ഗോസ്വാമി എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം ഒരു ഭഗവാനെ പറ്റി ഒരു ഗ്രന്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണ്? അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് ചുമ്മാ ഒരു മനോകൽപ്പന വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹാപോഹം വെച്ചുകൊണ്ടോ നമുക്ക് ഒരിക്കലും ഭഗവാനെ പറ്റി നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് വായിച്ച കാര്യം തന്നെ ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമുക്ക് എഴുതുന്ന കാര്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത്രയും പരിശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭഗവാനെ പറ്റി എഴുതാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ഒരു മഹത്തായ ആചാര്യനാണ് രൂപ ഗോസ്വാമി. അതുകൊണ്ടാണ് നമ്മളെന്താണ് പറയുന്നത്? നമ്മൾ രൂപാനുഗ എന്നാണ് പറയുന്നത് അല്ലെ? രൂപ ഗോസ്വാമിയുടെ ഫോളോവേഴ്സ് ആണ് അല്ലെ നമ്മൾ പറയുന്നത് അല്ലെ? ഗൗഡിയ വൈഷ്ണവ പരമ്പര പോലെ രൂപാനുഗ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം ഏന ഭൂതലെ എന്ന് പറയുന്നത് അല്ലെ? അല്ലെ? അപ്പം അപ്പൊ അതെന്താണ്? അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ മനോഭിഷ്ടം മനസ്സിലാക്കിയ വ്യക്തിയാണ് ശ്രീ രൂപ ഗോസ്വാമി. അപ്പൊ ആ രൂപ ഗോസ്വാമിയെ ഫോളോ ചെയ്യുന്ന എല്ലാ ആചാര്യന്മാരും ആ ചൈതന്യ മഹാപ്രഭുവിന്റെ മനോഭിഷ്ടത്തിനെ മനസ്സിലാക്കിയാണ് അവർ പ്രചരണം ചെയ്തും ഭക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യം ഇതിൽ പറയുന്നത് നമുക്കറിയാം, നമ്മൾ എല്ലാവരും കേട്ടൊരു ഗ്രന്ഥം തന്നെയാണ് ഭക്തി രസാമൃത സിന്ധു, ലെറ്റർ ഓഫ് ഡിവോഷൻ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. അത് നമുക്കറിയാം അതൊരു ഭക്തിയെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഉള്ളൊരു ഗ്രന്ഥമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ? ഭക്തി രസാമൃത സിന്ധു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ഡീറ്റെയിൽ ആയിട്ട് ഭക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ? ഒരു പരിശുദ്ധ ഭക്തിയെ പറ്റി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ആ ബുക്ക് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ ശീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ പുസ്തകത്തിൽ. അപ്പൊ അതില് ആ ഒരു ബുക്കിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വിഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുകയാണ്. പൂർവ്വ വിഭാഗം, ദക്ഷിണ വിഭാഗം, പശ്ചിമ വിഭാഗം, പിന്നെ ഉത്തര വിഭാഗം അങ്ങനെയായിട്ട് അതിനെ തിരിച്ചിട്ട് അതിനെ 4നെയും ഭക്തിയുടെ പല രസങ്ങളെ പറ്റി അതിൽ വിവരിച്ചിരിക്കുകയാണ്. ഓരോ വിഭാഗത്തിൽ എന്തൊക്കെയാണ് ഭക്തിയുടെ പല പല രസങ്ങളെ പറ്റിയും അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങളെ പറ്റി അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, മാത്സര്യം, മാധുര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ വരും, ദക്ഷിണ വിഭാഗത്തിൽ. പിന്നെ ഉത്തര വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ ഹാസ്യം, അദ്ഭുതം, വീരം, ഭയം, പിന്നെ രൗദ്രം അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ വരും. അപ്പൊ അങ്ങനെ ഓരോ ഇതിലും അങ്ങനെ ഓരോ ഇതിനെ പറ്റിയും പറയാണ് അല്ലെ? പല പല അതായത് ഭഗവാൻ എന്താണ് അഖില രസാമൃത സിന്ധു എന്നാണ് പറയുന്നത് അല്ലെ? അല്ലെ? രസരാജ് അദ്ദേഹം അനേകം രസങ്ങളോട് അദ്ദേഹത്തിന് ആയിട്ട് ഭക്തന്മാർക്ക് പല രീതിയിൽ സേവനം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഈ ഒരു ശ്ലോകത്തിലും ഈ ഒരു രൂപഗോസ്വാമി ഇവിടെ പറയുന്നതാണ്. അപ്പം ഈ പല പല രസങ്ങളിലൂടെയും നമുക്ക് ഭഗവാന്റെ ലീലകൾ ആണ് ഭക്തന്മാർ പങ്കെടുക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല ലീലകളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും ഈ ലീലകളൊന്നും നമ്മള് അപ്പൊ ശീല പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഒരു ഭക്തനെ അപേക്ഷിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഏത് ലീലയിലാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളെപ്പോഴും ഗോപി ഭർത്തൂർ പതക മലയോർ ദാസദാസാനുദാസ. അപ്പൊ നമ്മളെപ്പോഴും എന്താണ് സേവക മനോഭാവമാണ് നമുക്ക് ശീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും ആ സർവീസ് അല്ലെ സെർവന്റ് എന്ന മൂഡിലാണ് നമ്മൾ സേവനം ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അല്ലെ? സഹജീയ മെന്റാലിറ്റി എന്ന് പറയും അല്ലെ? ചിലപ്പോൾ ചിന്തിക്കും ഞാൻ ഗോപനാണ്, ഞാൻ ഗോപിയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഭക്തി ചെയ്യരുത് എന്നാണ് സ്ട്രിക്റ്റ് ആയിട്ടും ശീല പ്രഭുപാദ് ഒരു വാണിംഗ് തരുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഭാവം നമുക്കറിയില്ല അല്ലെ? നമ്മള് നമ്മള് ചുമ്മാ എന്താണ് ഞാൻ ഗോപനാണ്, ഗോപിയാണെന്ന് വേഷമിട്ട് നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ ഭാവത്തിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മള് ഭഗവാന്റെ മകനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കയ്യിൽ ഭഗവാനെ വെച്ചുകൊണ്ട് നടക്കുന്നൊക്കെ അതൊന്നും ഒരിക്കലും ശീല പ്രഭുപാദ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ ഒരു സേവക മനോഭാവത്തിലാണ് നമ്മളെ സർവീസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ചിന്തിക്കും അപ്പൊ ഞാനും ഭഗവാനും എന്താണ് ഭഗവാന്റെ ഞാൻ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ അമ്മയാണ്, അച്ഛനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭക്തിയിൽ മുന്നേറാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ നമ്മുടെ മാനസിക ഊഹാപോഹം മാത്രമാണ്. അപ്പൊ നമ്മൾ എന്നെന്നും ഭഗവാന്റെ എറ്റേണൽ ആയിട്ടുള്ള സെർവൻസ് ആണ് അല്ലെ? അപ്പം അത് നമുക്കിപ്പോ അപ്പൊ അതെന്താണ് നമ്മള് ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസിനെ പെർഫെക്റ്റ് ചെയ്യുക അല്ലെ? നമ്മളിപ്പോ എന്ത് കണ്ടീഷനിലുണ്ടോ അതിൽ നിന്ന് അനർത്ഥങ്ങളെ മാറ്റിയെടുത്ത് നമ്മള് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവാനുള്ളതാണ് നമ്മുടെ എയിം. അല്ലാതെ നമ്മള് ഗോപനാവുക, ഗോപിയാവുക അല്ലെങ്കിൽ അതാവാ ഇതാവാ എന്നുള്ളതല്ല നമ്മളെ ചിന്ത. അപ്പൊ ആ മൂഡിൽ വേണം നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ. ശീല പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം അതാണ് ഇതിൽ പറയുന്നത്.
പിന്നെ അടുത്ത ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭഗവാന്റെ വൃന്ദാവന ലീലകളുടെ നാടകമായിട്ട് വിദഗ്ധ മാധവ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അപ്പം അതും ശ്രീല രൂപ ഗോസ്വാമിയുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതിലും ഇപ്പൊ പല പല ഭഗവാന്റെ ലീലകളെ അതിൽ പല പല നാടകങ്ങളായിട്ട് അതിന് വർണ്ണിച്ചിരിക്കണം, പല ഭാഗങ്ങളായിട്ട് അതിനെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റിയും ഇതിൽ പറയുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഉജ്ജ്വല നീലാമണി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതില് മാധുരി പ്രേമത്തിനെ പറ്റി ഉള്ള കാര്യങ്ങളും അതിനെപ്പറ്റി വർണ്ണിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പല ഭാവാവസ്ഥ, പ്രേമാവസ്ഥ, ഇങ്ങനത്തെ പല ഭാവങ്ങളെ പറ്റിയും അതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ലളിതമാധവം എന്ന് പറഞ്ഞ ലീലയുണ്ട്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ വിദഗ്ധമാധവം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വൃന്ദാവന ലീലകളാണെങ്കിൽ ലളിതമാധവത്തിൽ ഭഗവാന്റെ ദ്വാരകയിലുള്ള ലീലകളാണ്. അപ്പൊ ഒന്ന് മാധുര്യം ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ. അപ്പൊ ഇതില് ഐശ്വര്യത്തിനെ പറ്റിയാണ് അല്ലെ, ദ്വാരക ലീലയിൽ ആണ് ഐശ്വര്യത്തിനെ പറ്റി ആണ് നമ്മൾ പറയുന്നത് അല്ലെ. നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ജഗന്നാഥ രഥയാത്ര നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, ജഗന്നാഥ ഭഗവാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജഗന്നാഥ് പുരിയിൽ നിന്ന് ഗുണ്ടിച്ച ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അല്ലെ. ആ ജഗന്നാഥ് പുരി എന്ന് പറയുന്നത് ശരിക്കും കുരുക്ഷേത്രം അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ്വാരകയാണ്. അവിടെ ഐശ്വര്യഭാവത്തിലൂടെയാണ് ഭഗവാനെ അവിടെ എല്ലാവരും ആരാധിക്കുന്നത്. പക്ഷെ ഗുണ്ടിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്, അത് വൃന്ദാവനമാണ്. അത് മാധുര്യ മാധുര്യഭാവം ആണുള്ളത്. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇന്നും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഹേരാ പഞ്ചമി എന്ന് പറയും. അപ്പൊ ഈ ദിവസത്തിലാണ്, അപ്പം ഹീരാ പഞ്ചമിയുടെ ദിവസത്തിലാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പം ജഗന്നാഥ് ബലദേവ് സുഭദ്രമായി അവരെന്താണ്, അവര് തിരിച്ച് അവരെ രഥത്തിൽ വലിച്ചുകൊണ്ടുപോയി ഗുണ്ടിജ ക്ഷേത്രത്തിലോട്ട് പോകണം. അപ്പോൾ ലക്ഷ്മി ദേവി കോപാവിഷ്ടയായിട്ട് തിരിച്ച് ഭഗവാനെ തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ശകാരിക്കുന്ന ഒരു ലീല നടക്കുന്നതാണ് ഈ ഹീരാ പഞ്ചമി എന്ന് പറയുന്നത്. അപ്പൊ അത് ലക്ഷ്മി ദേവി തിരിച്ച് ജഗന്നാഥ് ഭഗവാനെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഐശ്വര്യധാമമായിട്ടുള്ള ജഗന്നാഥ്പുരിയിലോട്ട് തിരിച്ച് കൊണ്ടുവരാനുള്ള ഇത് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു ലീല നടക്കുന്ന ദിവസമാണ് ഈ ഹീരാ പഞ്ചമി എന്ന് പറയുന്നത്. അപ്പൊ അതിലും ആ ലീലയിൽ നമുക്ക് കാണാൻ സാധിക്കും ചൈതന്യ മഹാപ്രഭു. അപ്പം ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഒരു ഭാവത്തിലാണുള്ളത്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ കോൺഫിഡന്റ് ആയിട്ടുള്ള രണ്ടുപേരാണ് ശ്രീവാസ് ഠാക്കൂറും സ്വരൂപ് ദാമോദർ ഗോസ്വാമി. അപ്പൊ ശ്രീവാസ് ഠാക്കൂർ പറയും, അദ്ദേഹം പറയുന്നു, അല്ലയോ ചൈതന്യ മഹാപ്രഭു ഇത് പറയും, അല്ലയോ ഭഗവാനെ അങ്ങ് നോക്കൂ, ജഗന്നാഥ് അല്ലെങ്കിൽ എന്താ നോക്ക്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഒരു ഐശ്വര്യഭാവത്തോടെയാണ് ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സ്വരൂപ് ദാമോദർ ഗോസ്വാമി ആണെങ്കിൽ അദ്ദേഹം എന്താണ്, അദ്ദേഹം ഒരു സഖി ആയതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, ലളിതാ സഖി ആയതുകൊണ്ട് അദ്ദേഹം ഒരു വ്രജഭാവത്തിലാണ്, വൃന്ദാവന ലീലയിലാണ് അദ്ദേഹം ഭഗവാനെ സേവനം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, അപ്പൊ നോക്കൂ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ദ്വാരക അല്ലെങ്കിൽ ഐശ്വര്യഭാവമായിട്ടുള്ള ദ്വാരകയിൽ അങ്ങയെ സേവനം ചെയ്യാൻ അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, അവിടെ ഒരുപാട് സഖിമാർ തോഴിമാരും ഉണ്ട്, അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്, പല പല രീതിയിലെ രത്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഇത് പറയും. പക്ഷെ അതേ സമയത്ത് അങ്ങ് നോക്കൂ, ഇവിടെ നോക്കൂ, വൃന്ദാവനത്തിലാണെങ്കിൽ ഒന്നുമേ ഇല്ല അല്ലെ. അവിടെ എന്താണ്, അവിടെ മാധുര്യഭാവത്തിലുള്ള സേവനം മാത്രമേ ഉള്ളൂ. അവിടെ കാണാൻ പറ്റുന്ന എന്താണ്, ഒരു നമുക്ക് യമുനാ നദിയും കുറച്ച് ചെടികളും ഇതൊക്കെ മാത്രം കാണാൻ സാധിക്കും. അവിടെ ഐശ്വര്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് സ്വരൂപ് ദാമോദർ ഗോസ്വാമി പറയുന്നത്. അപ്പം അപ്പൊ സ്വരൂപ് ദാമോദർ ഗോസ്വാമി പറയും, അല്ല, അതാണ് ഏറ്റവും ഉയർന്നത്, നീ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം ശ്രീവാസ് ഠാക്കൂർ നാരദമുനിയുടെ അവതാരമായതുകൊണ്ട് അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിനെ എങ്ങനെ കാണുന്നു ആ രീതിയിലാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് സ്വരൂപ് ദാമോദർ ഗോസ്വാമി ഭഗവാന്റെ ലളിതാ സഖി ആയതുകൊണ്ട് ആ വൃന്ദാവന ഭാവത്തിനെ പറ്റി പറയും, അതാണ് ഏറ്റവും ഉയർന്ന ഭാവം എന്നും. അതാണ് അപ്പൊ ആ രീതിയിൽ ചൈതന്യ മഹാപ്രഭുവും ശ്രീവാസ് ഠാക്കൂറിന് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും. അപ്പൊ രണ്ട് ലീലകളാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. ഒരു ഐശ്വര്യത്തോടെ ഭഗവാനെ സേവനം ചെയ്യുന്നത്, ഇവിടെ മാധുര്യത്തോടെ സേവനം ചെയ്യുന്നു. അപ്പം അത് മാധുര്യത്തോടെ സേവനം ചെയ്യുന്നതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. അതാണ് ഗോലോക വൃന്ദാവനത്തിൽ നടക്കുന്ന സേവനം. പക്ഷെ നമ്മൾ വൈകുണ്ഠത്തിൽ നടക്കുന്നതാണ് ഐശ്വര്യഭാവത്തോടെ ഭഗവാനെ സേവനം ചെയ്യുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അത് നമുക്ക് പിന്നെ ലളിതമാധവം നമ്മൾ പറഞ്ഞു വന്നത്, ലളിതമാധവത്തിൽ കൃഷ്ണന്റെ ഈ ദ്വാരകയിൽ ലീലകളുടെ വർണ്ണനയാണ് നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെ ഇതുപോലെ തന്നെ നാടക രൂപത്തിൽ ആക്കിയിട്ട് കുറിച്ചിട്ട് പല രീതിയിൽ ഭഗവാന്റെ പല ലീലകൾ, നമുക്ക് ദ്വാരകയിൽ നടന്ന ലീലകളൊക്കെ, അതിൽ ശംഖചൂഡന്റെ വധം, പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളെ പറ്റി ഇതില് പറയുന്നുണ്ട്. രാധാറാണി തേടി ഭഗവാൻ പോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ടുള്ളത് ലഘു ഭാഗവതാമൃതം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ അതിനെ രണ്ട് രീതിയിൽ, അത് കൃഷ്ണാമൃതം എന്നും ഭക്ത്യാമൃതം എന്നും രണ്ട് ഇതായിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്.
അപ്പം അതിൽ 1-ാം ഭാഗത്തില് വേദപ്രമാണത്തിന്റെ മുഖ്യത്വത്തിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പിന്നെ ഭഗവാന്റെ പല പല അവതാരങ്ങളെ പറ്റി അല്ലെ, ശ്വാംസ വിപിനാംശ അല്ലെ, ഭഗവാന്റെ ഡയറക്ട് എക്സ്പാൻഷൻസ് ആയിട്ടുള്ള ആൾക്കാർ. വിപിനാംശ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രീനറി എക്സ്പാൻഷൻസ്, ബാക്കിയുള്ള എക്സ്പാൻഷൻസ് ആയിരുന്നു നമ്മൾ ജീവാത്മാക്കളും. പിന്നെ ഭഗവാന്റെ ഇൻകാർണേഷൻസ് ആയിട്ടുള്ള വ്യക്തികളും അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ പല പല അവതാരങ്ങളെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലെ. നമുക്കറിയാം അല്ലെ, പുരുഷാവതാരങ്ങളായിട്ടുള്ള അല്ലെ, നമുക്ക് അറിയാം അല്ലെ, മഹാവിഷ്ണു, ഗർഭോദസായ വിഷ്ണു, ശീതോസായ വിഷ്ണു, അതിനെപ്പറ്റി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഗുണാവതാരങ്ങളായിട്ടുള്ള ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ പറ്റി അതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭഗവാന്റെ പിന്നെ ലീലാവതാരങ്ങളെ പറ്റി അതിൽ വർണ്ണിക്കുന്നുണ്ട്. 4 കുമാരന്മാര്, പിന്നെ അതുപോലെ തന്നെ വരാഹം, മത്സ്യം, ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ അങ്ങനത്തെ ഈ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയൊക്കെ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നു ഉള്ളതാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ അപ്പൊ അതുപോലെ പിന്നെ യുഗാവതാരങ്ങളെ പറ്റിയും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് പിന്നെ അതിൽ പറയുന്നത് പിന്നെ ഇതിൽ അവസാനമായിട്ടും പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഇതിൽ വ്യക്തമായിട്ട് ലഘു അവതാരണത്തിൽ പറയുന്നു ഭഗവാന്റെ ദ്വിഭുജ രൂപം അല്ലെ, ഭഗവാന്റെ ശ്യാമസുന്ദര രൂപമാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള രൂപം അല്ലെ. അതിന് മുകളിലായിട്ട് വേറൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ കാണാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്നത്. ആ രൂപത്തോടുള്ള ഭഗവാന് ആരും കൂടെ താരതമ്യപ്പെടുത്താൻ ആവില്ല. നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് ഏറ്റവും ഉയർന്ന രൂപം. ആ രൂപമാണ് ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം. അതാണ് നമുക്ക് ഗോരഖുർനാഥിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതിൽ പറയുന്നു, നമുക്ക് ഇതിലൊരു ഇത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഭൗതിക ശരീരവും നമ്മുടെ ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഭഗവാന്റെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം ഭഗവാന് അജൻ അല്ലെ, അദ്ദേഹത്തിന് ജന്മമില്ല. നമുക്ക് ആണെങ്കിൽ പല പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ പല പല ജന്മങ്ങൾ എടുത്താലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു ഇന്നലെ തന്നെയാണ് ഇതിന് റിലേറ്റഡ് ആയിട്ടൊരു കോട്ട് ഞാൻ ഇങ്ങനെ വായിച്ചത്. ഞാൻ ഇങ്ങനെ എവിടെ ഒരു ഇതിൽ കണ്ട സമയത്ത് അപ്പൊ അതിൽ പറയുന്ന കാര്യം എന്താണ്, അതിൽ ഒരു ഇത് പറയുന്നു. അതിൽ പറയാണ്, കൃഷ്ണ ടേക്സ് ബർത്ത് ബിക്കോസ് ഹി വാണ്ട്സ് ടു, വി ടേക്ക് ബർത്ത് ബിക്കോസ് വി ഹാവ് ടു. അപ്പൊ അതിൽ പറയാണ്, കൃഷ്ണൻ അവതരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് അദ്ദേഹം അവതരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ അടുത്ത് ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നീ അവതരിക്കണം നിർബന്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം അവതരിക്കാം. പക്ഷെ നമ്മൾ ജനിക്കുന്നതോ, നമ്മൾ ജനിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണ്, ത്രിഗുണങ്ങൾ നമ്മളെ വിടില്ല അല്ലെ. നമുക്ക് മരണം കഴിഞ്ഞാൽ അടുത്തൊരു ജന്മം ഉറപ്പാണ്, കൃഷ്ണനെ ശരണം എടുക്കുന്നതായിരിക്കും. അപ്പൊ അതുപോലെയാണ് ഇത് പറയുന്നത്. അപ്പം ഭഗവാന്റെ ലീലകളെ അതുകൊണ്ട് 2 തരത്തിലാണ്. അപ്പം ഭഗവാൻ എന്നെന്നും ഉണ്ട്. പക്ഷെ ഭഗവാൻ പ്രകടമാകുന്നു അപ്രകടമാകുന്നതും പോലെയാണ് അല്ലെ. അപ്പൊ പ്രകട ലീലകളാണ് വൃന്ദാവനത്തിൽ കാണുന്നത്. അപ്പൊ ഇത്ര 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇവിടെ അവതരിച്ചു. അപ്പൊ അതിനുശേഷം ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ ഇവിടെ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അതേ ലീലകൾ ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ പ്രപഞ്ചങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും ഈ ലീലകൾ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. അതിനൊരു എൻഡ് ഇല്ല. ഇങ്ങനെ ഒരു 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 പ്രപഞ്ചത്തിൽ തീർന്ന അടുത്ത പ്രപഞ്ചത്തിൽ അടുത്തത് നടക്കും. അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലീലകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ്, പ്രകടവും അപ്രകടവുമാണ് അല്ലെ. നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പൊ സൂര്യൻ അസ്തമിക്കുകയാണ് അല്ലെ. നമുക്കൊരു 6:30 സമയമൊക്കെ അടുപ്പിച്ച് 6:40 അടുപ്പിച്ച് സൂര്യൻ അസ്തമിക്കും. അതിനുശേഷം സൂര്യൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണ്, ഇപ്പൊ സൂര്യൻ വേറെ സ്ഥലത്തൊക്കെ ഉദിക്കുകയായിരിക്കും, അമേരിക്കയിലും അവിടെയൊക്കെ ഉദിക്കുകയായിരിക്കും. അപ്പൊ സൂര്യൻ എപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണാൻ സാധിക്കാത്തതുകൊണ്ട് അതില്ല എന്നല്ല അർത്ഥം അല്ലെ. അതെന്താ ചെയ്യാം, അത് അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ എന്താ ചെയ്യാ, സൂര്യൻ വീണ്ടും ഉദിക്കും. അപ്പൊ അപ്പൊ അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ ലീലകൾ എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ഭാവാർത്ഥത്തില് ശീല പ്രഭുപാദത്തില് പറയുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, അപ്പൊ ശ്രീല രൂപ ഗോസ്വാമിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ ഓരോ ഗ്രന്ഥങ്ങളിലും ഭക്തിയുടെ രസം അതിൽ അടങ്ങിയിരിക്കുകയാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം ഓരോ ഗ്രന്ഥങ്ങളിൽ എന്താ ചെയ്യുന്നത്, ഭഗവാന്റെ പല പല ലീലകളെ പറ്റി അദ്ദേഹം മനസ്സിലാക്കി എഴുതിയിരിക്കണം. കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സിലുള്ളത് എന്താണോ അത് മനസ്സിലാക്കി അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അപ്പം കാരണം ചൈതന്യ ലീലത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു തവണ ചൈതന്യ മഹാപ്രഭുവിന്റെ മൂഡ് എന്താണ് മനസ്സിലാക്കി അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എടുത്ത് വായിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് അപ്പം എങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ചൈതന്യ മഹാപ്രഭു ചോദിച്ച സമയത്ത് സ്വരൂപ് ദാമോദർ ഗോസ്വാമി പറയാണ്, അങ്ങയുടെ അദ്ദേഹം എന്താണ്, അപ്പം രൂപ ഗോസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്നെന്നുമുള്ള അദ്ദേഹത്തിന്റെ
പരിശുദ്ധ ഭക്തൻ അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ? ഒരു ഭക്തനാണ് അല്ലേ? അദ്ദേഹത്തിന് അത്രയും ക്ലോസ് ഇന്റിമേറ്റ് ആയിട്ടുള്ള അസോസിയേറ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു മോഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ നമുക്കിതൊന്നും നമുക്ക് എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആക്ച്വലി ഇതിന്റെ മൂഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്രഭുപാദ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ ഒരിക്കലും ഈ ഗ്രന്ഥങ്ങളോട് കടക്കരുത്. കാരണം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അപ്പൊ അതാണ് അതിൽ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ആചാര്യന്റെ തലയിൽ കയറി നമ്മൾ സഞ്ചരിക്കരുത് പറയാറുണ്ട് അല്ലേ? അപ്പൊ ആചാര്യന്റെ പുസ്തകങ്ങൾ എന്താണ്? അപ്പൊ പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ നിരന്തരം നമ്മൾ റെഗുലർ ആയിട്ട് പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷമേ ഒരു ഭക്തനെ അപേക്ഷിച്ച് അദ്ദേഹം അടുത്തൊരു ലെവലിലോട്ട് അതും ആഹ് ഒരു ആധ്യാത്മിക ഗുരുവിന്റെയും അവരുടെയൊക്കെ ഒരു കമന്ററിയോടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരു ആചാര്യനോ അദ്ദേഹത്തിന്റെ പ്രഭുപാദ ശിഷ്യന്മാരിലൂടെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് പറയാണ് അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഇത്രയും ഗ്രന്ഥങ്ങളുടെ കാര്യമാണ് ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പൊ അത് ഡീറ്റെയിൽ ആണ്. അപ്പൊ ഞാൻ അത് അത്രയും ഇതായിട്ട് അതിലോട്ട് കടന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് വായിച്ചു നോക്കാം. അപ്പൊ ഇതിൽ പല പല ലീലകളെ പറ്റിയൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ദേശം എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ഗ്രന്ഥവും രൂപഗോസ്വാമി നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ഭഗവാന്റെ ആ പരിശുദ്ധ ഭക്തിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ അപേക്ഷിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രൂപഗോസ്വാമിയുടെ കാലങ്ങൾ വരയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഈ ഒരു കൃഷ്ണഭക്തിയുടെ പരമ്പര വീണ്ടും എസ്റ്റാബ്ലിഷ് ആയത് ചൈതന്യ മഹാപ്രഭു വന്ന ശേഷമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒരു മൺമറഞ്ഞു പോയ പോലെയായിരുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇതൊക്കെ ആൾക്കാർക്ക് അറിയെങ്കിലും അവരൊന്നും അത് എഴുതി വെച്ചില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭുയുടെ ശിക്ഷണത്തിലാണ് രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി അദ്ദേഹം ട്രെയിൻ ചെയ്യും. അതിനുശേഷമാണ് അവര് വന്ന് വൃന്ദാവനത്തിൽ വന്ന് അവിടെ ഇരിക്കുകയും അവിടെ പല പല ഭഗവാന്റെ ലീലാസ്ഥലങ്ങൾ ഒക്കെ അവര് വീണ്ടെടുക്കുകയും പിന്നെ ഈ ലീലകളെ പറ്റിയൊക്കെ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് ശിക്ഷണങ്ങൾ എടുത്ത് അവർ എഴുതുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഈ ഈ നമ്മൾ നോക്കുന്ന ഈ ധാമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ ആചാര്യന്മാരുടെ കാരുണ്യവും കൊണ്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്നും അവരുടെ അടുത്ത് കടപ്പെട്ടവരായിരിക്കും. കാരണം എന്താണ് അവരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഭഗവാന്റെ ലീല എവിടെ നടന്നു എന്നോ ഈ ലീലകളെ മനസ്സിലാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് രൂപ ഗോസ്വാമി നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ആചാര്യ പരമ്പരയിൽ തന്നെ നമ്മൾ 6 ഗോസ്വാമിമാർ നമുക്കറിയാം അല്ലെ? ആ ഗോസ്വാമിമാരിൽ വെച്ച് രൂപ ഗോസ്വാമിയാണ് നമ്മൾ ഏറ്റവും ആ ഗോസ്വാമിമാരുടെ ഏറ്റവും ഒരു ലീഡറായിട്ട് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹമാണ് മാക്സിമം കോൺട്രിബ്യൂഷൻ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. കാരണം ഈ ഒരു നമുക്കറിയാം പ്രഭുപാദിന്റെ മെയിൻ ആയിട്ടുള്ള 1, 2 ഗ്രന്ഥങ്ങൾ അല്ലെ നമുക്കറിയാം. ഭക്തിരസാമൃത സിന്ധു, പിന്നെ ഉപദേശാമൃതം ഇത്യാദി ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും ഭക്തന്മാർ തമ്മിൽ എങ്ങനെ വ്യവഹാരം ചെയ്യണം എന്നുള്ളതെ പറ്റി അതിന് കൊടുത്തിരിക്കുകയാണ് അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ മുന്നേറണമെന്നും എന്തൊക്കെയാണ് ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെന്നും ഇതൊക്കെ അതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ലീലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആചാര്യന്മാരുടെ കമന്ററിയിലെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന മുമ്പും നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കണം അല്ലെ? നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആധ്യാത്മിക ഗുരുവും പ്രഭുപാദരുടെ അടുത്തും പിന്നെ ആചാര്യന്മാരും 6 ഗോസ്വാമിമാരും ചൈതന്യ മഹാപ്രഭുവും പഞ്ചതത്വവും രാധാകൃഷ്ണമാരാണ് പ്രാർത്ഥന സമർപ്പിക്കുന്നത്. കാരണം അവര് വഴിയേ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമുക്ക് ആക്ച്വലി നമുക്ക് ഭഗവാൻ കൃഷ്ണനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഒരിക്കലും ഒരു നിയോഫൈറ്റ് ആയിട്ടുള്ള വ്യക്തി, കനിഷ്ഠാധികാരിയ വ്യക്തി എന്നാണ് ചിന്തിക്കുന്നത്. ഞാനും ഭഗവാനും തമ്മിൽ ആണ് റിലേഷൻ. അപ്പൊ ഭക്തന്മാരായിട്ടൊന്നും നമുക്ക് റിലേഷൻഷിപ്പ് വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതാൽ മതി. അപ്പൊ അതൊരു അങ്ങനത്തെ ഒരു അത് ജസ്റ്റ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിയോഫൈറ്റ് ആയിട്ടുള്ള മെന്റാലിറ്റി ആണ് അല്ലെ? അത് തീരെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത മെന്റാലിറ്റി ആണുള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഭഗവാൻ തന്നെ പറയുന്നു ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഭക്തൻ ആരാണ്? ഭഗവാന്റെ ഭക്തനല്ല. ഭഗവാന്റെ ഭക്തന്റെ ഭക്തനാണെന്നാണ് പറയുന്നത് അല്ലെ? ഏമേ ഭക്ത ജനപാർത്ത ഏമേ ഭക്ത ജനാപത ഭക്താംശ ഭക്താംശ ഏമേ ഭക്ത തമാമത എന്ന് പറയുന്നത് അല്ലെ? ഇതിൽ അഗ്നിപുരാണത്തിൽ പറയുന്നത്. അപ്പം ആരാണോ എന്റെ ഭക്തൻ അദ്ദേഹം എന്റെ ഭക്തനല്ല. ആരാണോ എന്റെ ഭക്തന്റെ ഭക്തൻ അദ്ദേഹമാണ് എന്റെ ഭക്തൻ എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഭഗവത് ഭക്തിയിൽ മുന്നേറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്? ഭക്തന്മാരെ നിന്ന് കേൾക്കുക, ഭക്തന്മാരെ സേവിക്കുക, ഭക്തന്മാരുടെ സംഘത്തിൽ അവരെന്താ അവര് എന്താണ് അവര് സേവന മനോഭാവത്തോടെ സ്നേഹത്തോടെ അവര് പെരുമാറാനുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കാരണം ഭക്തന്മാരില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? നമുക്ക്
ഭക്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംഘം വേണമല്ലോ അല്ലെ. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു അസോസിയേഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ സംഘം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇപ്പൊ ഭക്തന്മാരുടെ സംഘത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാം, അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ എന്താ ടോളറേറ്റ് ചെയ്യാന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് അല്ലേ അല്ലെ. നമുക്ക് ഭൗതിക ലോകത്തിൽ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എല്ലാത്തിനും ടോളറേറ്റ് ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ. മാത്രാ സ്പർശാസ്തു കൗന്ദയ ശീത ഉഷ്ണ സുഖ ദുഃഖത ആഗമ പായിനോ നിത്യ താം സ്ഥിതി ചക്ഷ ഭാരത അല്ലെ, അതിൽ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് സുഖം ദുഃഖം ലാഭം നഷ്ടം അല്ലെ, ജയം പരാജയം, ചിലപ്പോൾ നമ്മളെ ചിലർ പ്രകീർത്തിക്കും, നമ്മളെ നിന്ദിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ ഭൗതിക ലോകത്തിന്റെ ഒരു ഇതായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാതെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഗോളിൽ ഫിക്സ് ചെയ്യുക ഉള്ള കാര്യമാണ് അല്ലെ. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഗോളിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ അതായിരിക്കും ഒരു വ്യക്തിയുടെ ലക്ഷ്യം. അപ്പൊ അതിനിടയ്ക്ക് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ടൊക്കെ നമ്മൾ ചെവി കൊണ്ടാലും അതിനൊക്കെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടപ്പെടും, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തേണ്ട ഇത് നഷ്ടപ്പെടും അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നു, അപ്പൊ അവിടെ വന്ന ശേഷം നമ്മൾ നോക്കുകയാണ് അവിടെ എന്തൊക്കെയോ ബഹളവും അടിപിടിയും നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ട്രെയിൻ വരികയാണ്. അപ്പൊ ട്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ അടിപിടി എന്താണെന്ന് മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് നമ്മൾ വാങ്ങിയ ടിക്കറ്റ് നഷ്ടപ്പെട്ട് ട്രെയിനിൽ പോകാനും പറ്റില്ല, അങ്ങനത്തെ കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കുക. അതിനാണ് ഈ പ്രസ്ഥാനം ശീല പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും ഭഗവാന് ഭഗവാനെ സ്നേഹിക്കുകയാണെങ്കിൽ ഭഗവാനെ ഭക്തമായി സ്നേഹിക്കാതെ ഒരിക്കലും ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കില്ല. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണ് ഭഗവാന്റെ ഭക്തന്മാർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മള് നമ്മൾ ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർ നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഭക്തന്മാരെ സ്നേഹിച്ചാൽ ഭഗവാൻ നമ്മളെ സ്നേഹിക്കും. അപ്പൊ രണ്ടും ഒരു ഇന്റർലേറ്റ് ആണ്. അതാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇഫ് യു ലവ് കൃഷ്ണ ഡിവോട്ടീസ് വിൽ ലവ് യു, ഇഫ് യു ലവ് ഡിവോട്ടീസ് കൃഷ്ണ വിൽ ലവ് യു, അങ്ങനെയാണ് പറയുന്നത് ആചാര്യന്മാർ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ ഭക്തന്മാരെ സ്നേഹിച്ചാലേ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഭക്തന്മാർക്കാണ് ഭഗവാന്റെ സ്നേഹം കാണാൻ സാധിക്കും. എത്രത്തോളം അവര് സ്നേഹത്തോടെയാണ് അവർ സേവനം ചെയ്യുന്നത്, എത്രത്തോളം ആണ് അവർ സ്നേഹത്തോടെ ഭഗവാനെ അലങ്കരിക്കുന്നു, എത്രത്തോളം സ്നേഹത്തോടെയാണ് അവർ ഭഗവാനെ പാകാരം ചെയ്യുന്നു, എത്രത്തോളം സ്നേഹത്തോടെയാണ് അവർ പ്രചരണം ചെയ്യുന്നത് അല്ലെ, എത്രത്തോളം അവർ സ്നേഹത്തോടെയാണ് പുസ്തക വിതരണം ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ സ്നേഹമാണ് പ്രകടമാകുന്നത്, അവരുടെ സ്നേഹത്തോട്. അപ്പം ആ വ്യക്തികളോട് നമ്മൾ സംഘം ചെയ്യുകയും അവർ ചെയ്യുന്ന ഈ കാര്യങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ ഗുണങ്ങൾ വന്നു ചേരും. അപ്പം അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ആരുമേ പെർഫെക്റ്റ് അല്ല അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ ഒരു ആചാര്യം പറയുന്നതാണ്, ഇസ്കോൺ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇതൊരു ഹോസ്പിറ്റൽ പോലെയാണ് അല്ലെ. അപ്പൊ ആശുപത്രിയിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ഹെൽത്തി ആയ ഒരു വ്യക്തിയെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇല്ല. ആശുപത്രിയിൽ വരുന്ന ഓരോ വ്യക്തികളും പല പല രോഗങ്ങളുടെ പല പല ഘട്ടങ്ങളിലാണ്. ചിലർക്ക് നല്ല രോഗത്തിന്റെ ആദ്യ സ്റ്റേജിലായിരിക്കും, ചിലർ നല്ല രോഗാവസ്ഥയിലായിരിക്കും. അപ്പൊ അങ്ങനെ പല രോഗങ്ങളോടെയാണ് ആൾക്കാർ വരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ രോഗാവസ്ഥയിലുള്ള വ്യക്തികൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അവര് പൂർണ്ണ ആരോഗ്യന്മാരാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, അയ്യോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാവർക്കും രോഗങ്ങളാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് രോഗം കൂടുന്നു ചിന്തിച്ചുകൊണ്ട് അതേ മാറി നിന്നാലും എന്ത് സംഭവിക്കും, അദ്ദേഹത്തിന്റെ രോഗം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതേ സമയത്ത് അവിടെ ഉള്ള രോഗങ്ങളും ബുദ്ധിമുട്ടും തിരക്കൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ആഹ് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിന് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും ഈ പ്രസ്ഥാനത്തിൽ വരികയും അപ്പൊ അതിൽ എന്ത് ചെയ്യും, ഭക്തന്മാരുടെ സംഘത്തിലിരിക്കുകയും അവരിൽ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കുകയും അവർ തരുന്ന സേവനങ്ങൾ ചെയ്യും. അവർ ചിലപ്പോൾ നമ്മളടുത്ത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശകാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് എന്തിനാണ് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സേവനങ്ങൾ എന്താ നമ്മൾ ചെയ്യുന്ന ഭഗവാനുള്ള സേവനത്തിന്റെ അതിന്റെ ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക അല്ലെ. ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ വന്ന ആർക്കും എന്താ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണോ വരുന്നത്, അല്ല. എല്ലാവരും എന്ത് ചെയ്യുന്നത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇസ്കോൺ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ഹോസ്പിറ്റൽ ആണെന്നാണ് പറയുന്നത്. അതില് സ്പിരിച്വൽ മാസ്റ്റേഴ്സും അവരൊക്കെ നമ്മൾ എന്താണ്, അവരൊക്കെ ആക്ച്വലി ഒരു ഡോക്ടർ പോലെയാണ്. അപ്പൊ ഡോക്ടർ തരുന്ന മെഡിസിനും ഡയറ്റും നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് രോഗം പോകണമെന്നുണ്ടെങ്കിൽ, ഒന്നെന്താണ് മെഡിസിൻ മരുന്ന് കഴിക്കണം, പിന്നെ ആ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ മെഡിസിൻ ആണ് നമുക്ക് നാമജപം എന്ന് പറയുന്നത് അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ, നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 4 യവനങ്ങൾ പാലിക്കുക എന്നുള്ളതും ഇതൊക്കെയാണ് നമുക്ക് തരുന്ന ഇത്. അപ്പൊ ഏതൊരു വ്യക്തിയാണ് ഇത് ആത്മാർത്ഥമായിട്ട് ഇത് ഫോളോ ചെയ്യുകയും ഈ സംഘത്തിൽ നിൽക്കുകയും ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് സ്നേഹത്തോടെയും മൈത്രിയോടെയും സഹകരണത്തോടെയും സേവനങ്ങൾ ചെയ്യുന്നത്, ആ വ്യക്തിക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃഷ്ണഭക്തി വരാൻ സാധിക്കും. കാരണം ഇതൊരു ബോട്ട് പോലെയാണ് അല്ലെ. നമ്മൾ ബോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും,
ആ തുഴയുന്ന ആളുടെ ശക്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അപ്പുറത്തെ കരയിലോട്ട് കടക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബോട്ടിൽ ഇരിക്കുക. സ്പിരിച്വൽ മാസ്റ്ററാണ് അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൽ വരുന്ന പിന്നെ എന്താണ് നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ ഫേവറബിൾ വിൻഡ് ആണ് അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ? ആ കാറ്റ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ ഈ ശ്ലോകത്തിനനുബന്ധിച്ചാണോ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും രൂപഗോസ്വാമിയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് വൈഷ്ണവ സദാചാരങ്ങളെ പറ്റി അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അത് എന്റെ പ്യൂരിഫിക്കേഷൻ എല്ലാവരുടെയും ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് എപ്പോഴും നിരന്തരം നമ്മളിത് വായിക്കുമ്പോൾ ഓർക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. നമ്മൾ നിരന്തരം കേൾക്കുമ്പോൾ. അപ്പം അതാണ് ഈ ഒരു ശ്ലോകത്തോടെ പറയാനുള്ളത്. നമുക്ക് എന്തായാലും 5:45 ആയിരിക്കുകയാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 1-2 മിനിറ്റ് സമയമുണ്ട്. ഹരേ அப்படி കൃഷ്ണ. എത്രാമത്തെ ശ്ലോകമാണ് കളിപ്പിച്ചത്? ഇന്ന് ഹരേ കൃഷ്ണ പ്രഭു, ഇന്ന് നമ്മൾ ശ്ലോകം ചർച്ച ചെയ്തത് 39, 40 പിന്നെ 41 ആണ്. 41, 39, 40, 41 മധ്യലീല. 1-ാമത്തെ അധ്യായത്തിലെ 39, 40 പിന്നെ അവസാനം എടുത്ത മെയിൻ ശ്ലോകം 41 ആണ്. അതിനാണ് ഭാവാർത്ഥമുള്ളത് ശ്രീല പ്രഭുപാദിന്റെ. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. Hare Krishna, Prabhu. Thank you, Prabhu. Thank you so much. Hare Krishna. താങ്ക് യു ഹരേ ബാലാജി. അപ്പൊ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വന്നു ഹരേ ചേർന്ന കൃഷ്ണ ഭക്തന്മാർക്ക് പ്രഭുജി പ്രണാം. പ്രണാം. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ശ്രീ ചൈതന്യ ചിതാമതം കി ജയ്. ശ്രീല ജയ് പ്രഭുപാദ് കി ജയ്. ജയ് സമവേത Jai. കി ജയ്. ജയ്. പിതായി ഗോർ പ്രേമാനന്ദേ ഹരി. ഹരി ഹരി Hare ബോൾ. Krishna. ഹരേ Thank you, കൃഷ്ണ. Prabhu. താങ്ക് യു.